എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 ലീസസ്. Lease is an agreement whereby the lessor conveys to the lessee in return for a payment or a series of payment the right to use an asset for an agreed period of time. Lease എന്നാൽ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ആ അഗ്രിമെൻ്റ് പ്രകാരം ലെസ്സർ അദ്ദേഹത്തിൻ്റെ അസറ്റ് ലെസ്സിക്ക് ഒരു നിശ്ചിത പീരീഡിൽ യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അതിനു പകരം ലെസ്സി ഒരു പേയ്മെൻറ്റോ അല്ലെങ്കിൽ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സോ നൽകും. ലെസ്സറാണ് അസറ്റിൻ്റെ ഓണർ, ലെസ്സിക്ക് അത് ഉപയോഗിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. AS 19 classifies the lease into two types, one finance lease, two operating lease. എന്താണ് ഫൈനാൻസ് ലീസ് എന്ന് നോക്കാം. Finance lease is a lease that transfers substantially all the risks and rewards incident to the ownership of an asset. അസറ്റിൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിസ്ക്കും റിവാർഡ്സും ലെസ്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന തരത്തിലുള്ള ലീസിനെയാണ് ഫൈനാൻസ് ലീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ്? ഫൈനാൻസ് ലീസ് അല്ലാത്തതെല്ലാം ഓപ്പറേറ്റിംഗ് ലീസാണ്. Whether a lease is a finance lease or operating lease depends on the substance of the transaction rather than its form. എപ്പോഴും ഒരു ലീസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ഫിനാൻസ് ലീസാണോ ഓപ്പറേറ്റിംഗ് ലീസാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ എക്കണോമിക് റിയാലിറ്റി നോക്കിയിട്ടാണ്, അല്ലാതെ അതിൻ്റെ ലീഗൽ ഫോംസ് നോക്കിയിട്ടല്ല. പാരഗ്രാഫ് 8 ഒരു ലീസിനെ ഫൈനാൻസ് ലീസായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ്, എക്സാമ്പിൾസ് പറയുന്നുണ്ട്. Example 1. The lease transfers the ownership of the asset to the lessee by the end of the lease term. ലീസ് പീരീഡ് കഴിയുമ്പോൾ ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന തരത്തിലുള്ള ലീസാണെങ്കിൽ അത് ഫൈനാൻസ് ലീസാണ്. എക്സാമ്പിൾ 2. The lessee has the option to purchase the asset at a price which is expected to be sufficiently lower than the fair value at the date of the option become exercisable, such that at the inception of the lease it is reasonably certain that the option will be exercised. ലീസ് പീരീഡ് കഴിയുമ്പോൾ ആ അസറ്റ് അന്നത്തെ ഫെയർ വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയിൽ ലെസ്സിക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ലെസ്സി ഏറ്റെടുക്കുമെന്നാണ് ഈ ലീസിൻ്റെ തുടക്കത്തിൽ അനുമാനിക്കുന്നത്. എന്നാൽ അത് ഫിനാൻസ് ലീസാണ്. എക്സാമ്പിൾ 3. ദ ലീസ് ടേം ഈസ് ഫോർ ദ മേജർ പാർട്ട് ഓഫ് ദ എക്കണോമിക് ലൈഫ് ഓഫ് ദ അസറ്റ്. അസറ്റിൻ്റെ എക്കണോമിക് ലൈഫിൻ്റെ പ്രധാന ഭാഗവും ലീസ് പീരീഡിൽ കവർ ചെയ്യുന്നു. ഉദാഹരണത്തിന് അസറ്റിന് 10 വർഷമാണ് ലൈഫ്, 8 വർഷവും അത് ലീസിന് കൊടുത്തിരിക്കുകയാണ്, എന്നാൽ അത് ഫൈനാൻസ് ലീസാണ്. എക്സാമ്പിൾ 4. At the inception of the lease, the present value of minimum lease payments amounts to at least substantially all the fair value of the leased asset. ലെസ്സി ലെസ്സർക്ക് പല സമയങ്ങളിലായി കൊടുക്കുന്ന പേയ്മെൻറ്റ്സുകളുടെ പ്രസൻറ്റ് വാല്യൂ നോക്കിയാൽ അത് ആ അസറ്റിൻ്റെ ഫെയർ വാല്യൂ ഓൾമോസ്റ്റ് കവർ ആവുമെങ്കിൽ അത് ഫൈനാൻസ് ലീസാണ്. The leased asset is of a specialized nature such that only the lessee can use it without major modifications being made. ലീസിന് നൽകിയിരിക്കുന്ന അസറ്റ് ലെസ്സിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം അസറ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് ഫൈനാൻസ് ലീസാണ്. ഇനി എപ്പോഴാണ് ഒരു ലീസിനെ ഫൈനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസുമായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടത്? പാരഗ്രാഫ് 10 പറയുന്നു, Lease classification into finance lease or operating lease should be made at the inception of the lease. ഒരു ലീസിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ ഫൈനാൻസ് ലീസാണോ ഓപ്പറേറ്റിംഗ് ലീസാണോ എന്ന് ക്ലാസിഫൈ ചെയ്യണം. ബാലൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്